നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അബ്ബാസി ഖിലാഫത്തിന്റെ ചരിത്രപതനത്തിന് ബഗ്ദാദ് സാക്ഷിയാവുകയാണ്. മംഗോൾ സൈന്യാധിപൻ ഹുലാബ് ഖാന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മംഗോൾ സൈനികർ ബഗ്ദാദിൽ പ്രവേശിച്ച് അബ്ബാസികളുടെ ആസ്ഥാനമായ ബൈത്തുൽ ഖിലാഫ് ലക്ഷ്യം വെച്ച് മുന്നേറുകയാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയ ബൃഹത്തായ സാംസ്കാരികവും സമ്പൽ സമൃദ്ധിയും നിമിഷങ്ങൾ കൊണ്ട് മംഗോളുകൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പതിവ് ശൈലിയിൽ കയ്യിൽ കിട്ടിയതെല്ലാം ശേഖരിച്ച് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും മതപഠനശാലകളും അതിമനോഹരമായ പള്ളികളുമെല്ലാം തകർക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ആകാശമുട്ടെ ഉയർന്നു പൊങ്ങുന്ന തീജ്വാലകളിൽ നിന്ന് വമിക്കുന്ന കറുത്ത പുകപടലങ്ങൾ തളംകെട്ടി നിൽക്കുന്നത് കൊണ്ട് ബഗ്ദാദ് നഗരത്തിൽ ഇരുൾ പരക്കാൻ തുടങ്ങി. സ്വന്തം സ്ത്രീകളെ കുടുംബത്തിന്റെ മുന്നിലിട്ട് മാനഭംഗപ്പെടുത്തി. കാടന്മാരായ മംഗോളുകൾ കുട്ടികളെപ്പോലും വെറുതെ വിട്ടില്ല. നഗരത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും കൊല ചെയ്യപ്പെടുന്നത് തങ്ങളുടെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനിടയിലാണ്. മംഗോളുകളിൽ നിന്ന് നഗരവാസികൾക്ക് ഒളിച്ചോടാനൊരിടമുണ്ടായിരുന്നില്ല. സുഖലോലുപതയിൽ വിരാജിച്ച ഖലീഫയ്ക്ക് ഇപ്പോഴാണ് ബോധോദയമുണ്ടായത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രപുരുഷന്മാർ കെട്ടിപ്പടുത്തൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടാണ് പിതാവിന്റെ മരണശേഷം തന്നെ തിരഞ്ഞെടുത്തത്. തന്റെ പിതാമഹൻ നാസറുദ്ദീൻ അരനൂറ്റാണ്ട് കാലം സാമ്രാജ്യത്തെ നയിച്ചു. പവിത്രമായൊരു കുടുംബത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പാരമ്പര്യമുണ്ടായിട്ട് പോലും അദ്ദേഹം ഇസ്ലാമിക മൂല്യങ്ങൾ പിന്തുടർന്നില്ല. പവിത്രമായ ബൈത്തുൽ ഖിലാഫ എന്ന കൊട്ടാര സമുച്ചയത്തിൽ മദ്യം ശേഖരിക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കി. പാതിരാവരെ ദർബാറിൽ നിന്നുയർന്നിരുന്നത് വാദ്യമേളങ്ങളും നർത്തകിമാരുടെ ചിലമ്പിന്റെ കിലുക്കവും അഭിസാരികരുടെ പൊട്ടിച്ചിരികളുമായിരുന്നു. ഖലീഫയുടെ അധാർമികക്കെതിരെ സംസാരിച്ചവരെ ഇല്ലാതാക്കുകയോ തുറങ്കിലടക്കുകയോ ചെയ്തു. പാവപ്പെട്ട പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഭരണചക്രം കറങ്ങിയത് പണക്കാരുടെയും ബഗ്ദാദിലെ പ്രമാണിമാരുടെയും സുഖലോലുപതയ്ക്ക് വേണ്ടിയായിരുന്നു. ചിന്തകളിൽ നിന്നുയർന്ന ഖലീഫ മുസ്തസിം ബില്ലക്ക് തന്റെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി തോന്നി. കണ്ണുകളിൽ ഇരുട്ടുകയറി. ഉടനെ തന്നെ മട്ടുപ്പാവിന്റെ തറയിലേക്കിരുന്ന് കൊച്ചുകുട്ടികളെപ്പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. മതഭൗതിക മേഖലകളിൽ പാണ്ഡിത്യമുള്ള തന്നെ ഖലീഫയായി പ്രഖ്യാപിക്കുന്ന ദിവസം ബഗ്ദാദ് നഗരത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. ഖലീഫ ഹാറൂൺ റഷീദ് അടക്കമുള്ള പ്രഗത്ഭരായ ഭരണാധികാരികൾ സഞ്ചരിച്ച വഴിയിലൂടെ ബഗ്ദാദിനെ വീണ്ടും ചലിപ്പിക്കുമെന്ന് അവർ പ്രത്യാശിച്ചു. എന്നാൽ താൻ അതിന് മുതിർന്നില്ല. പകരം കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ആവോളം മതിമറന്നാസ്വദിച്ചു. വർഷങ്ങളായി മംഗോളിയക്കാർ ബഗ്ദാദിനെ ആക്രമിക്കാൻ അതിർത്തിയിൽ കോപ്പുകൂട്ടുന്നുണ്ടെന്ന വാർത്ത അറിയാമായിരുന്നിട്ടും ഗൗനിച്ചില്ല. മാത്രവുമല്ല, വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് കഴിവുറ്റ യോദ്ധാക്കളെ വാർത്തെടുക്കുവാനോ ശ്രമിച്ചില്ല. ഇന്നിതാ ശത്രുക്കൾ തന്റെ രാജ്യത്ത് പ്രവേശിച്ചു. കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തി. രാജ്യത്തെയും പ്രജകളെയും രക്ഷിക്കാൻ ബാധ്യസ്ഥനായ തനിക്ക് പൊട്ടിക്കരയാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇതേസമയം ഹുലാബ് ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയൻ പട നഗരത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു. ബഗ്ദാദിലെ മനോഹരമായ ഭവനങ്ങളും രാജവീതികളും തെരുവുകളുമെല്ലാം മംഗോളിയർക്ക് പുതുമയുള്ള കാഴ്ചയായിരുന്നു. രാജവീതിയുടെ ഇരുവശങ്ങളിലായി നിർമ്മിച്ച വിളക്കുമാടങ്ങളും വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഉദ്യാനങ്ങളും ജലധാരകളുമെല്ലാം ഹുലാബ് ഖാന്റെയും താർത്താർ സൈനികരുടെയും കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും കടന്നു പോകുന്ന വഴികളിലെല്ലാം സർവനാശം വിധിച്ചായിരുന്നു താർത്താരികളുടെ മുന്നോട്ടുള്ള ഗമനം. ഏതാനും സമയം കൊണ്ടവർ അബ്ബാസി ഖിലാഫത്തിന്റെ ആസ്ഥാന മന്ദിരമായ ബൈത്തുൽ ഖിലാഫയുടെ അടുത്തെത്തി. കൊട്ടാര സമുച്ചയത്തിനു ചുറ്റും നിലയുറപ്പിച്ച അബ്ബാസി സൈനികർ കടുത്ത പ്രതിരോധമാണ് തീർത്തത്. എന്നാൽ മഹാസമുദ്രം പോലെ ആർത്തലച്ചു വരുന്ന താർത്താർ കൊടുങ്കാറ്റിന് മുൻപിൽ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. കൊട്ടാരത്തിന് ചുറ്റും പണിത സുരക്ഷാ മതിലിന്റെ പ്രധാന കവാടം തകർത്ത താർത്താരികൾ ആർത്തട്ടഹസിച്ചു ഇരച്ചു കയറി. കണ്ണിൽ കണ്ടവരെയെല്ലാം വകവരുത്തി. എന്നാൽ ഹുലാബ് ഖാൻ തന്റെ കമാൻഡർമാരോട് പ്രത്യേകമായൊരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു: ഖലീഫയെ ജീവനോടെ പിടികൂടണമെന്ന്. കൊട്ടാരത്തിൽ വെച്ച് ഖലീഫയെ പിടികൂടുക എന്നത് താർത്താരികൾക്ക് ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. കൊട്ടാരത്തിനകത്തെ ഖലീഫയുടെ അംഗരക്ഷകർക്കറിയാമായിരുന്നു ഭൂമിയിൽ തങ്ങളുടെ സമയം നിർണയിക്കപ്പെട്ടു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ കനത്ത പ്രതിരോധമാണ് അവർ തീർത്തത്. എന്നാൽ കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിൽ പോലുള്ള താർത്താരിയുടെ മുന്നേറ്റത്തിന് മുമ്പിൽ കൂടുതൽ സമയം അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവസാനത്തെ അംഗരക്ഷകനെയും വധിച്ച് ഖലീഫയെ ജീവനോടെ പിടികൂടി. ഖലീഫ മുസ്തസിം ബില്ലയെ ചങ്ങലയിൽ ബന്ധിച്ച് താർത്താരികൾ ആർത്തഹട്ടസിച്ചുകൊണ്ട് കൊട്ടാരത്തിന് പുറത്തുള്ള ഹുലാബ് ഖാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹുലാബ് ഖാനും സൈനികർക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ചെങ്കിസ് ഖാന് പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് നേടിയെടുത്തതുള്ള നിർവൃതിയിലായിരുന്നു. ഹുലാബ് ഖാൻ തന്റെ കമാൻഡർമാരോട് പ്രത്യേകം ഓർമ്മിപ്പിച്ചു: യാതൊരു കാരണവശാലും ഖലീഫക്ക് അപകടമൊന്നും സംഭവിക്കരുത്. അബ്ബാസികളുടെ
അബ്ബാസികളുടെ നിധിശേഖരങ്ങൾ, മന്ത്രിസഭാംഗങ്ങൾ, പ്രധാന പോരാളികൾ തുടങ്ങിയ കാര്യങ്ങൾ ഖലീഫയിൽ നിന്നു ലഭിക്കുന്നതുവരെ അദ്ദേഹം സുരക്ഷിതമായിരിക്കണം. തുടർന്ന് അബ്ബാസികളുടെ നിധിശേഖരങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ചങ്ങലയിൽ ബന്ധിച്ച ഖലീഫയെ താർത്താരികൾ നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഈ സമയം ഹുലാബ് ഖാന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ബഗ്ദാദ് പിടിച്ചതോടെ ശേഷിക്കുന്ന ഫലസ്തീൻ, സിറിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ നിഷ്പ്രയാസം കീഴടക്കാമെന്ന്. എന്നാൽ കാര്യങ്ങൾ തിരിച്ചായിരുന്നു.